ഈ ഡെസ്കിലും വലിയ സമാനമായ ആവേശത്തിൽ നിരവധി ആളുകൾ ഈ കളി കണ്ടുകൊണ്ട് ഇരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് ഉണ്ട്. ഖിലാഫെ, ചരിത്ര നേട്ടത്തിലാണ് നമ്മൾ. തീർച്ചയായും ഒരു ചരിത്ര നേട്ടം. ഇത്രയും കാലം നമ്മൾ കൊതിച്ചിരുന്ന ഒരു വിജയം നമ്മൾ ഇന്ന് നേടിയിരിക്കുന്നു, അതും ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട്. നമുക്കറിയാം, ഈ ഒരു ലോകകപ്പ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പുതിയ ചാമ്പ്യന്മാരാകുന്നത്. ഇത്രയും കാലം ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ഇവർ അടക്കി വാണിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ ഒരു കിരീടം ഉയർത്തുന്നു, അതും ഒരു ചരിത്ര നേട്ടമാണ്. ഒരു മിനിറ്റ്, നമ്മളോടൊപ്പം ഇപ്പോൾ സജനയുണ്ട്. സജന, ഈ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെ വിലയിരുത്തുന്നു? അയ്യോ, എന്ത് പറയണമെന്നറിയില്ല. കോടിക്കണക്കിന് ആൾക്കാർ ഉറ്റുനോക്കിയൊരു മാച്ച് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സ്റ്റേഡിയത്തിലെ ആൾക്കാരും കളിക്കുന്നവർ മാത്രമല്ല, അതിന്റെ കൂടെ വർക്ക് ചെയ്ത സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ട് വരുന്നത്. സോ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയില്ല. നമ്മൾ ഭയങ്കര അഭിമാനമുണ്ട്. ആ ഒരു ടീമിൽ ഒരു ഫോർമാറ്റാ കളിക്കാൻ പറ്റിയെങ്കിലും അവരുടെ ഹാർഡ് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക്, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ കളിച്ചു വരുന്നൊരു സാഹചര്യം നമുക്കറിയാം. എങ്ങനെയാണ് വനിതാ ടീം ഇവിടേക്ക് എത്തിയത്, അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എത്രമാത്രം ഉണ്ടെന്നറിയാം. ഇന്നത്തെ ഈ മത്സരത്തെ ആകെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിനെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ടീം, അതിൻ്റെ ക്യാപ്റ്റൻസി, ഒപ്പം തന്നെ കളിക്കാരുടെ പ്രകടനം, അതിനെ ഓരോരുത്തരെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവസരത്തിലും അതിനകത്തുയരുന്ന പ്രകടനങ്ങൾ. ഇന്നിപ്പോൾ ഷെഫാലി വർമ്മയാണെങ്കിൽ സെമിയിൽ ജമീമയായിരുന്നു, അതിനു മുൻപ് ഹർമൻപ്രീത് ആയിരുന്നു, അതിനു മുൻപ് സ്മൃതിയായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഭകളുടെ ഒരു നിര തന്നെയുണ്ട്. എങ്ങനെയായിരുന്നു അവരോടൊപ്പമുള്ള, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഞാനിപ്പോ ഈ ഒരു അവസരത്തിൽ എന്ത് പറയാനാ, ഇതൊരു ടീം ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ മുൻ ഗെയിമുകളിൽ സ്മൃതി 100 വെച്ച് അടിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ്. ഈ 2 മത്സരങ്ങൾ അടിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ബദലായിട്ട് ഷഫാലിയും ജെമി എല്ലാം വന്നിട്ട് ചെയ്തു. ഇതുകൊണ്ടാണ് നമ്മൾ വേൾഡ് നമ്പർ 1 ടീമായത്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ടീമിനെ ജയിപ്പിക്കാനും എല്ലാവരും ആ ഒരു ഒറ്റ കപ്പിന് വേണ്ടിയിട്ടാണ് ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. ആരെയും എടുത്ത് പറയാനില്ല. ഭയങ്കര സന്തോഷം. ഒരുപക്ഷെ ഈ വിജയം ഇനി വരാനിരിക്കുന്ന, നമുക്കറിയാം, വനിതാ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടേണ്ടതായിട്ടുണ്ട്, ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വരാനിരിക്കുന്ന കാലത്തേക്ക് ഈ വിജയം എങ്ങനെ മുതൽക്കൂട്ടാകുമെന്നാണ് സജന വിചാരിക്കുന്നത്? തീർച്ചയായും ഇപ്പൊ നമ്മളൊരു 1 ഡേ വേൾഡ് കപ്പ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതേപോലെ T20 വേൾഡ് കപ്പ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ബാക്കിയുള്ള ടൂർണമെന്റുകളും ഫോർമാറ്റുകളും അടിക്കാനുള്ള ഭയങ്കര ഊർജ്ജമായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും തരിക. സോ ഈ ടീമിന്റെ ഒരു ഭാഗമാവാൻ കഴിയാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇന്ത്യ പ്ലേയേഴ്സ് ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ. സോ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇവർ കളിച്ചത്, കപ്പടിച്ചത്. ഇനിയുള്ള എല്ലാ ടൂർണമെന്റും നമ്മൾ തന്നെ ചാമ്പ്യൻസ് ആവുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ ഒന്നും കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മളൊരു ഘട്ടത്തിലൊക്കെ ആഗ്രഹിച്ചിരുന്ന വലിയ പിന്തുണ സമീപകാലത്താണ് വനിതാ ടീമിന് കിട്ടുന്നതെന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ സമയത്ത് അത് വലിയ ആവേശമായി മാറുകയും ഒരു ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ, ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആരാധകരൊക്കെ തന്നെ കൈമൈ മറന്ന് രംഗത്തിറങ്ങുന്ന കാഴ്ച, ഗ്യാലറികൾ ആവേശപൂർവ്വം കൈയടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ആരാധക പിന്തുണയെ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളൊക്കെ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്, അവർ തരുന്ന ഒരു വിശ്വാസമുണ്ട്. അത് തന്നെ മതി. നമ്മളുടെ ഓരോ ഫീൽഡിംഗ് എഫേർട്ടും ക്യാച്ചൊക്കെ എടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ആർപ്പ് വിളികൾ ഭയങ്കരമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് ശേഷം ഇനി വുമൺ ക്രിക്കറ്റ് ലോകമെമ്പാടും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതേപോലെ WPL എല്ലാം വരുന്നുണ്ട്. ഒരുപാട് പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാം അടിപൊളിയായി. നമ്മുടെ ഇന്ത്യ ഇനിയും ഒരുപാട് ഫോർമാറ്റുകളിൽ ചാമ്പ്യൻസ് ആവാൻ പോകുന്ന. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ സജന ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന താരങ്ങൾ ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി സജന, ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്നതിന്, തങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.